കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ നൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ നൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. മലരും മധുവും പോലെ മഞ്ഞും കുളിരും പോലെ ജന്മം ഈ ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. ഒന്ന് മാറി. ഞാൻ ഇവിടെ ഇറങ്ങാം, വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇല്ല, ഞാനിവിടെ ഇറങ്ങാം. എനിക്കൊരു സംശയം. ജയന്തി എന്നല്ലേ പേര്? എന്നെ ഓർമ്മയില്ലേ? ഏതായാലും കണ്ടല്ലോ, അത് മതി. ഇനി ഒരു മാസത്തേക്ക് ഞാൻ ഈ ടൗണിൽ തന്നെയൊക്കെ ഉണ്ട്. ഇതാണ് എന്റെ ഇവിടുത്തെ ഹോട്ടലിന്റെ അഡ്രസ്. ഞാൻ ഇനിയും വരാം. വരരുത്. ജയന്തി ഒരു നല്ല പെൺകുട്ടിയാണെന്നാണ് എന്റെ വിശ്വാസം. ഒരു നല്ല പെൺകുട്ടി എന്ന നിലയിൽ ജയന്തിക്ക് ഈ ജന്മം എന്നെ മറക്കാനാവില്ല. ജയന്തിക്കെന്നല്ല, ഒരു പെണ്ണിനും അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷനെ മറക്കാനാവില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഓ, അത് ശരി. എക്സ്ക്യൂസ് മീ, ഞാനിങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ അത് ശരിയെന്നും പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു. അല്ല, ഏതാണ് ശരി? ഞങ്ങൾ ഒരുമിച്ച് ഒരാഫീസിൽ വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനല്ലേ? അതെ. ഞങ്ങൾ തമ്മിൽ ജയന്തി പറഞ്ഞെടുത്താൽ മതി.
അയാൾ എന്താ പിന്നെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത്. അയ്യോ, ചോദിക്കില്ല, ഞാൻ ഒന്നും ചോദിക്കില്ല. കരയണ്ട. അത് നിർത്ത്. എനിക്ക് വയ്യ സാറേ അവിടെ പോയി കിടക്കാൻ. എന്താ കാര്യം? ആ കൊച്ച് ഏത് നേരം കരച്ചിലും പിഴിച്ചിലുവാ. എന്താ കാര്യം എന്ന് ചോദിച്ചാട്ട് പറയത്തുമില്ല. എത്ര നേരം ഒന്നും കണ്ടാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യമില്ലാതെ ആരെങ്കിലും കരയൂ? അത് നേരാ, പക്ഷെ പറയണ്ടേ. ഇപ്പോഴാണെങ്കിൽ ഒരാൾ എന്നും വൈകുന്നേരം അവിടെ വരും. ജയന്തി കുഞ്ഞിനകത്ത് ഇഷ്ടമല്ല. അയാൾ വരുന്ന ദിവസം കുഞ്ഞിന് കാളരാത്രിയാ. ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് പോയതേ ഉള്ളൂ. അയാളത്ര നല്ലവനൊന്നും അല്ല. അതെങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ വർത്താനം കേട്ടാൽ അറിഞ്ഞോണ്ടായോ? അയാൾ ആ കൊച്ചിനോട് പറയാ 9 മണിക്ക് മുമ്പ് അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലണമെന്ന്. അത് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ഇറങ്ങിയതിന്റെ പുറകെ ആ കൊച്ചു കിടന്ന് വേകുക. എന്താ കാര്യമെന്ന് ആർക്കറിയാം? ഇത് ഇവിടെ വന്ന് പറയാതിരുന്ന നെറുകേടാവൂലേ? നിങ്ങൾ പോണം. മണി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം. ഞാൻ 100 തയ്ക്കുന്ന മുഹൂർത്തം. ഞാൻ സെഞ്ചുറി കൊണ്ടാടുന്ന വന്നിരിക്കുന്നു. ഗെറ്റ് റെഡി. ദേവൻ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്ന് സെഞ്ചുറി കൊണ്ടാടുന്ന ദിവസമാണ്. എനിക്കും തോന്നി ഈ ദിവസത്തിന് ഒരു പ്രാധാന്യം ഉണ്ടെന്ന്.
എങ്ങനെ? എങ്ങനെയെന്നോ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നീ? എന്റെ ആണത്വം എന്നേക്കുമായി നഷ്ടപ്പെട്ട വിവരം എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്തും നീയായിരുന്നു. ആ എനിക്കൂടെ അവകാശപ്പെട്ടതല്ലേ നിന്റെ സന്തോഷം? നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജീവിതത്തിൽ 100 സ്ത്രീകളോടൊത്ത് കഴിയുക ഒരു പുരുഷന് അവന്റെ ആയുസ് നേടാവുന്ന ഏറ്റവും വലിയ കാര്യമാണത്. കൺഗ്രാജുലേഷൻസ്. ഇത് 100ാമത്തേന്ന് പറഞ്ഞൂടാ, അല്പ ആവർത്തനമാണ്. കക്ഷിയെ നിനക്കറിയാം, ജയന്തി. ജയന്തിയോ? ഒരിക്കൽ ഞാൻ വിട്ട കേസാണ്. ഇപ്പൊ എന്നെ കണ്ടപ്പം അവക്ക് എന്തൊക്കെയാ നേടിയൊരു ഭാവം. എന്നെ തീരെ മൈൻഡില്ലാത്തൊരു മട്ട്. അതെനിക്കിഷ്ടമല്ല. ഒരു പെണ്ണും എന്നെ മൈൻഡ് ചെയ്യാത്തത് എനിക്കിഷ്ടമല്ല. അവളുടെ തന്റെ ഇടത്തിന് ഒരു കാരണമുണ്ട്. അവളുടെ കയ്യിൽ ഒരു വായ നോക്കി ഒന്ന് വീണ്ടും ഒരു കണ്ണടക്കാരൻ ലംബോദരൻ നായർ. എങ്ങനെയുണ്ട് പേര്? ലംബോദരൻ നായർ. മണി 9:15. 9 മണിക്കുള്ളിൽ എത്തണമെന്നാണ് അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവൾ എത്താത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോയേക്കാം. വെച്ച കാല് തിരിച്ചെടുക്കണ്ടല്ലോ. അരുത്. ചെന്നാൽ ഒരുപക്ഷെ വഴങ്ങിയില്ലെങ്കിലോ? അവിടെയാണ് ഈ ബാബു. 9 മണിക്കുള്ളിൽ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ എല്ലാ വിവരവും ലംബോദരൻ നായരോട് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാണ് ബാബു. പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. നീ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കാം. എന്തിന്? നിനക്ക് വേണ്ടി. നീ അവിടെ ചെല്ലുന്നെന്ന് വെക്കുക. എന്തെങ്കിലും കാരണവശാൽ ആ കുട്ടി വിസമ്മതം കാണിച്ചാൽ നീ അധൈര്യപ്പെടരുത്. ഇങ്ങോട്ട് പോരെ. പെണ്ണിനെ ഞാൻ ഈ മുറിയിൽ ഒരുക്കിത്തരാം. പക്ഷേ സംഗതി ആവർത്തനമായിരിക്കും. അവൾക്ക് കരിങ്കൂവളത്തിന്റെ ഇതൾ പോലെയുള്ള കണ്ണുകളുണ്ട്. പഞ്ചവർണ്ണ തത്തയുടെ ചുണ്ടുപോലെയുള്ള മൂക്കുണ്ട്. ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളുണ്ട്. കക്ഷിയെ നിനക്കറിയാമായിരിക്കും. മിസസ് പൂർണിമാദേവൻ. ലംബോദരൻ നായരല്ലേ? ഒരു നിമിഷം.
എന്റെ പേര് ദേവൻ എന്നാണ്. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ജയന്തിയെ അറിയാം. അങ്ങനൊക്കെ തന്നെ ഇവനെ അറിയാം. നമ്മൾ പരിചയമായ സ്ഥിതിക്ക് എനിക്കൊരു കൈ തരണം. എന്നോട് വെറുപ്പ് തോന്നുന്നു അല്ലേ? ഞാനൊരു കൊല ചെയ്തുകൊണ്ടാ? ഇതൊരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിൽ കോഴിയെ കൊന്നു തിന്നാറില്ലേ? പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലാറില്ലേ? അതുപോലെ പേ പിടിച്ച ഒരു ജന്തുവിനെ തല്ലിക്കൊന്നേ ഉള്ളൂ. ഇവിടുന്ന് പോ. ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചവളാണ് ആ കുട്ടി. നിങ്ങളെങ്കിലും അവളെ രക്ഷിക്കൂ. അതെന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് പോലീസിൽ വിവരം അറിയിച്ചേ പറ്റൂ. അതിനുവേണ്ടി സമയം കളയണ്ട. ഞാനിവിടെ നേരെ പോകുന്നത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരത്തിലൂടെ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തടവറയ്ക്കുള്ള ജീവിതമാണ് സുഖം. ഒന്നും മനസ്സിലായില്ലല്ലേ? സാരമില്ല. ഇനി ഒരിക്കൽ നമ്മൾ കാണുമ്പോ എല്ലാം വിശദമായി പറയാം. ബൈ. എന്തിനാ ജനാലയൊക്കെ അടച്ചിട്ടിരിക്കുന്നത്? എന്താ ഒരു വല്ലാതെ? എന്നോടൊന്നും ചോദിക്കരുത്. ഇല്ല, ഞാൻ ചോദിക്കില്ല. ഞാൻ ഒന്നും ചോദിക്കില്ല. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്നോട് ക്ഷമിക്കണം. എന്തിന്? എന്നെ മറക്കണം. എന്തിന്? ഞാൻ ജീവിതത്തിൽ തെറ്റ് ചെയ്തവളാണ്. ആയിക്കോട്ടെ, നശിച്ചവളാണ്. ആയിക്കോട്ടെ. എനിക്കെല്ലാം പറയണം. എനിക്ക് ഒന്നും കേൾക്കണ്ടെങ്കിലോ? കേൾക്കണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. എന്നിട്ട് വേണം എന്തെങ്കിലും തീരുമാനിക്കാം. എന്തൊന്ന് തീരുമാനിക്കാൻ? ചോദിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചോദിക്കാതെ ജീവിക്കുന്നതാണ് ജീവിതം. നോക്കൂ, ഈ ചോദിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചോദിക്കാതെ ജീവിക്കുന്നതാണ് ജീവിതം. അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് നശിപ്പിക്കാനുള്ളതല്ല. ജയന്തി, നമുക്കിനി ഒന്ന് ജീവിക്കാം. കണ്ണിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ